ഒരു നിമിഷത്തെ ചുളിഞ്ഞ നോട്ടം അല്ലെങ്കിൽ ഒരു വാക്കിന്റെ അസൂയ ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് കരുതുന്നത്? ദൃഷ്ടിദോഷം ഇത് വെറുമൊരു അന്ധവിശ്വാസമോ അതോ നൂറ്റാണ്ടുകളായി പറയപ്പെടുന്ന യാഥാർത്ഥ്യമോ? നമുക്ക് നോക്കാം. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത രീതികളാണുള്ളത്. ഗ്രീസിലും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലുമൊക്കെ നീലക്കണ്ണുള്ള മുത്തുകൾ ധരിക്കുന്നത് സാധാരണയാണ്. അത് തിന്മയെ അകറ്റുമെന്നാണ് വിശ്വാസം. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഹംസ എന്നറിയപ്പെടുന്ന കൈപ്പത്തിയുടെ ആകൃതിയിലുള്ള അമ്യുലറ്റുകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ കറുത്ത നൂല്, കവിളിൽ കറുത്ത പൊട്ട്, നാരങ്ങയും മുളകും തൂക്കിയിടുക തുടങ്ങിയവയാണ് പ്രധാനം. നീലക്കണ്ണുള്ള മനോഹരമായ ആ കണ്ണാടിത്തൊങ്ങലുകൾ എല്ലാ കടകളിലും കാറുകളിലും വീടുകളിലും കാണാം. അതുപോലെ ഇറ്റലിയിലെ കോർണിസെല്ലോ എന്നറിയപ്പെടുന്ന ചുവന്ന കൊമ്പുപോലെയുള്ള അമ്യുലറ്റുകളും തിന്മയകറ്റാൻ ഉപയോഗിക്കുന്നവയാണ്. തമിഴ്നാട്ടിൽ ദൃഷ്ടിബൊമ്മായി എന്ന പേരിൽ വീടിന്റെയോ വയലുകളുടെയോ മുന്നിൽ പേടിപ്പിക്കുന്ന ബൊമ്മകളെ തൂക്കാറുണ്ട്. രാജസ്ഥാനിൽ വസ്ത്രങ്ങളിൽ മിറർ വർക്ക് ചെയ്യുന്നത് തിന്മയെ പ്രതിരോധിക്കുമെന്നും വിശ്വസിക്കുന്നു. ബംഗാളിൽ അരിപ്പൊടിയും മഞ്ഞളും ചേർന്ന കൂട്ട് ദോഷം മാറ്റാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സാധാരണയായി ഇന്ത്യയിലുടനീളം കാണുന്ന നാരങ്ങയും മുളകും തൂക്കിയിടുന്നതും ഉപ്പും മുളകും ഉഴിഞ്ഞു കളയുന്നതുമൊക്കെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രാദേശികമായി വലിയ വ്യത്യാസങ്ങളുണ്ട്. അമ്മമാരും മുത്തശ്ശിമാരും കൊച്ചുകുട്ടികൾക്ക് കവിളിൽ കറുത്ത പൊട്ടിടുകയോ കൈയിലോ കാലിലോ കറുത്ത നൂല് കെട്ടുകയോ ചെയ്യുന്നത് പതിവാണ്. ഉപ്പും മുളകും കടുകുമണിയുമൊക്കെ ചേർത്ത് അസുഖം വന്ന ആളുടെ തലയുടെ ചുറ്റും 3 or 7 തവണ ഉഴിഞ്ഞ് അടുപ്പിലെ തീയിലിട്ട് കത്തിക്കുന്ന രീതിയുണ്ട്. മുളക് പൊട്ടുമ്പോൾ നല്ല പൊട്ടലുണ്ടെങ്കിൽ ദോഷം മാറിയെന്നവർ വിശ്വസിക്കും. അതുപോലെ പുള്ളിപ്പൊട്ടിടുക, ചില മന്ത്രങ്ങൾ ജപിച്ച നൂല് കെട്ടുക തുടങ്ങിയവയും സാധാരണമാണ്. അമ്മുമ്മമാർക്കിടയിൽ ദൃഷ്ടിദോഷം മാറ്റാനുള്ള നാടൻ അറിവുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ ദൃഷ്ടിദോഷം എന്നത് വെറും അന്ധവിശ്വാസമോ അതോ നൂറ്റാണ്ടുകളായുള്ള മനുഷ്യന്റെ ഭയത്തിന്റെ പ്രതിഫലനമോ ആകാം. എന്തുതന്നെയായാലും ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അമ്മമാരുടെ കരുതലും പഴമക്കാരുടെ അറിവുകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. നിങ്ങളിൽ എത്ര പേർ ദൃഷ്ടിദോഷത്തിൽ വിശ്വസിക്കുന്നു? നിങ്ങളുടെ അനുഭവങ്ങൾ കൊമന്റ്സിൽ പങ്കുവയ്ക്കൂ. മറ്റൊരു വീഡിയോയിൽ കാണാം.